ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ വിദേശ നിരയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സീസണിലെ വിദേശ നിര കഴിഞ്ഞ സീസണിൽ നിന്നും ബെറ്റർ സ്ക്വാഡാണോ, വിദേശ താരങ്ങളാണോ, അത് കഴിഞ്ഞ സീസണിലേക്കാളും താഴെയാണോ നമ്മുടെ വിദേശ നിരയുടെ ക്വാളിറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒപ്പീനിയൻ കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ നിന്നും ഈ സീസണിലേക്ക് വരുമ്പോൾ ഒരു ബെറ്റർ സ്ക്വാഡ് തന്നെയാണ് നിലവിൽ പേപ്പറിൽ ഉള്ളത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനൽ സ്ക്വാഡൊന്നും പുറത്ത് വന്നിട്ടില്ല. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 7 ഫോറിൻ പ്ലേയേഴ്സ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്. ജോഷുവ സൊട്ടീരിയോ ഉണ്ട്. അപ്പോൾ സൊട്ടീരിയോ ആൻഡ് ക്വാമ പെപ്പർ തന്നെ ആയിരിക്കും സ്ക്വാഡിൽ വരാൻ സാധ്യത. ജോഷുവ സൊട്ടീരിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ 6 വിദേശ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 വിദേശ താരങ്ങളെ കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഗോട്ട് അഡ്രിയാൻ ലൂണ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയാണ് ഒന്നാമതായിട്ട് നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ ക്വാമ പെപ്രയെ നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം മെലോസ് ട്രെൻചിച്ചും ടീമിനോടൊപ്പം ഉണ്ട്. അതിനോടൊപ്പം 3 വിദേശ താരങ്ങളെ പുതുതായി കൊണ്ടുവന്നു. നോഹ സദോയി, അതുപോലെ അലക്സാണ്ടർ കോയിഫ്, ജീസസ് ജിമിനസ്. അപ്പോൾ ഇങ്ങനെയാണ് വിദേശ താരങ്ങൾ. അപ്പോൾ കഴിഞ്ഞ സീസണിലേക്കാൾ ബെറ്റർ ആണെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഓരോ ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിഫൻസിൽ നമ്മൾ നിലനിർത്തിയിട്ടുള്ള മിലോസ് ട്രെൻചിച്ച് അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ലെസ്കോവിക്കിനൊരു ബാക്കപ്പായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ലെസ്കോവിക്കിനാണെങ്കിൽ ഇഞ്ചുറി കാരണങ്ങളായിട്ട് ഏകദേശം മത്സരം കളിച്ചത് മിലോസ് ട്രെൻചിച്ചാണ്. പിന്നെ സീസണിലൊക്കെ പിന്നെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ മിലോസ് ആൻഡ് ലെസ്കോവിക് കോംബോ ആയിരുന്നല്ലോ ഡിഫൻസിൽ. അപ്പോൾ ഒരു ഡീസൻറ്റ് പ്ലെയർ എന്നേ പറയാനുള്ളതും തുടക്കത്തിലൊക്കെ നല്ല ഗംഭീരമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഒരു താരത്തിൻ്റെ ഭാഗത്ത് പല മിസ്റ്റേക്സും സ്പീഡില്ലായ്മയും ഒരു ഹൈറ്റ് കൂടുതലുണ്ടായത് തന്നെ പുള്ളിക്ക് അധികം സ്പീഡില്ലാത്തൊരു കുറവൊക്കെ കണ്ടിരുന്നു. 2 ഗോളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. താരത്തിൻ്റേതായിട്ടുള്ള ക്വാളിറ്റികൾ പുള്ളിക്കുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡുറൻഡ് കപ്പിൽ തന്നെ താരം പഞ്ചാബ് എഫ്സിക്കെതിരെ മോശം ചില ഗെയിമുകളിലൊക്കെ വളരെ മോശമായിരുന്നു. എന്നാൽ ബംഗളൂരു എഫ്സിക്കെതിരെ ലാസ്റ്റ് പരാജയപ്പെട്ട മത്സരത്തിലൊക്കെ ഗംഭീര ഡിഫൻസീവ് വർക്ക് റേറ്റ് തന്നെയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കളിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല മിലോസിൻ്റെ പ്രകടനം എന്നാണ്. ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത. അലക്സാണ്ടർ കൊയ്ഫിന് നമ്മളെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അലക്സാണ്ടർ കൊയ്ഫ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ ഡിഫൻസിലുള്ള മറ്റൊരു ഫോറിൻ പ്ലെയർ അത് അലക്സാണ്ടർ കൊയ്ഫ് ആണ്. 32 വയസ്സുകാരാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ യൂറോപ്പിൽ തന്നെ പല ലീഗുകളിലും കളിച്ചിട്ടുണ്ട്. ലാ ലീഗയിൽ കളിച്ചിട്ടുണ്ട്. അതാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. 13 മത്സരം ലാ ലീഗയിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഫ്രഞ്ച് ഫസ്റ്റ് ലീഗ് 1 കളിച്ചിട്ടുണ്ട് 32 മത്സരം. അതുപോലെ ലീഗ് 2 മീൻസ് ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത്. 220 മത്സരം അവിടെ പന്ത് തട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ലാസ്റ്റ് ഇപ്പോൾ ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷനിൽ നിന്നാണ് ഡയറക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു സൈനിങ് ആണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിൽ ഒരു ബെസ്റ്റ് സൈനിങ് തന്നെയാണ്. ഡുറൻഡ് കപ്പിൽ 27 മിനിറ്റോളൊക്കെ താരം ഈ സീസണിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള 27 മിനിറ്റിൽ ഒരു ഗുഡ് എന്ന് പറയാൻ സാധിക്കും പുള്ളിയുടെ കളി കണ്ടിട്ട്. അപ്പോൾ ഉടനീളം ഇനി എങ്ങനെ കളിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വെർസറ്റാലിറ്റിയാണ് പുള്ളിയുടെ അടുത്ത് പറയേണ്ടത്. സെൻറ്റർ ബാക്ക്, അതുപോലെ റൈറ്റ് ബാക്ക്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ എന്നീ പൊസിഷനിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. അതിൻ്റെ അടുത്ത താരം വരികയാണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ആകെ ഒരു പ്ലെയറാണുള്ളത് നമ്മുടെ അഡ്രിയാൻ നിക്കോളാസ് ലൂണ. അപ്പോൾ ലൂണയെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പുള്ളിയുടെ 4ാമത്തെ വർഷമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനാണ്. ഓൾ ഇൻ ഓൾ എല്ലാ പൊസിഷനിലും എവിടെ ഇട്ടാലും യന്ത്രം പോലെ പണിയെടുക്കുന്ന ഒരു പ്ലെയർ. അപ്പോൾ ഈ സീസണിലെ തുടക്കത്തിൽ എന്തൊക്കെ ഫോം ഔട്ട് എന്ന് പറയാൻ പറ്റുമറിയില്ല. പുതിയ കോച്ചിൻ്റെ കീഴിലെ സെറ്റായി ഒരാളുടെ ടൈമായിരിക്കും. എന്നാലും 4 മത്സരങ്ങളിൽ നിന്ന് ഡുറൻഡ് കപ്പിൽ 2 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സീസണിലേക്ക് വരുമ്പോൾ കൂടുതൽ പെർഫോമൻസ് ലൂണയുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരാൻ തന്നെ സാധ്യത ലൂണയെ നമുക്ക് എങ്ങനെയായാലും ആവശ്യ സമയത്ത് എന്തായാലും നല്ല രീതിയിൽ പ്രകടനം പുറത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അഡ്രിയാൻ ലൂണ. അവൻ്റെ അടുത്ത പ്ലെയർ അത് നോഹ സദോയി ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂ സൈനിങ് ഈസ് ഗ്രേറ്റ് സൈനിങ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ഒരു ടോപ്പ് സൈനിങ്ങിൽ ഒന്നാണ് നോഹ സദോയി. ലെഫ്റ്റ് വിങ്ങർ, അതുപോലെ സ്ട്രൈക്കറായിട്ട് കളിക്കും. ഇപ്പോൾ ഡുറൻഡ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോള്, 2 അസിസ്റ്റ്, 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഡുറൻഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായി നോഹ സദോയി. അപ്പോൾ സദോയി കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2 സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു താരമാണ് നോഹ സദോയി. ഗോവയ്ക്ക് വേണ്ടി 54 മത്സരങ്ങൾ ഡുറൻഡ് കപ്പ് അതുപോലെ ISLൊക്കെ ആയിട്ട് കളിച്ചു. 29 ഗോളും 16 അസിസ്റ്റും താരം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ISL 40 മത്സരം, 19 ഗോൾ, 14 അസിസ്റ്റ്.
ഈസ് ഗ്രേറ്റ് സ്റ്റാറ്റ്സ് ആണ്. അപ്പോൾ അത്രയും ഒരു ടോപ്പ് പ്ലെയർ ആണ് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് തന്നെ പറയാം, നോഹ സദോയി. അപ്പോൾ എന്തായാലും കഴിഞ്ഞ സീസണിൽ നമ്മുടെ വിങ്ങേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് മീൻസ് ദൈസുക്കി സക്കായൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്ററാണ് ലെഫ്റ്റ് വിങ്ങിൽ നോഹ സദോയെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞ സീസണിലേക്കാളും ഒരു ബെറ്റർ സ്ക്വാഡ് നിലവിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പുതിയ കോച്ചിന് കീഴിൽ ഇത് എങ്ങനെ പെർഫോം ചെയ്യും ഇവരൊക്കെ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം. അപ്പോൾ ഇനി അടുത്ത പ്ലെയറിലേക്ക് നമുക്ക് നേരെ പോവാം. ക്വാമെ പെപ്രയാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ള സെൻട്രൽ ഫോർവേഡ്. അപ്പോൾ യങ്ങാണ്, 23 വയസ്സാണ്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പറയുക വെച്ചാൽ ഡുറൻഡ് കപ്പിൽ ഇപ്പോൾ നിലവിൽ നല്ല ഫോമിലായിരുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ കോൺട്രിബ്യൂഷൻ, 4 ഗോൾ 4 അസിസ്റ്റ്. അതുപോലെ കഴിഞ്ഞ സീസണിലായും തുടക്കത്തിലൊക്കെ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല, മോശം പെർഫോമൻസ് ആയിരുന്നു. ഒരു 7 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ഗോൾ അടിച്ച് തുടങ്ങി. 2 ഗോളാണ് ISL നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം സൂപ്പർ കപ്പിലേക്ക് വരുന്നു. ഇഞ്ചുറി പറ്റിയാണ് സൂപ്പർ കപ്പിൽ 2 ഗോൾ അടിച്ചു, പിന്നെ ഇഞ്ചുറി പറ്റി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിയെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമെന്നറിയില്ല. ഫിനിഷിങ്ങിൽ അത്ര മികച്ചതായിട്ട് പുള്ളിയെ കണ്ട് തോന്നിയിട്ടില്ല. ഫിനിഷിങ് വളരെ മോശമാണ്. ബട്ട് പുള്ളിയുടേതായിട്ടുള്ള മെപ്രയുടേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് നല്ല ഹെഡിങ്, എവിലുണ്ട്, ജമ്പിങ് ഒക്കെ ഭയങ്കരമാണ്. ബട്ട് എന്നാലും ഒരു ഹെഡർ ഗോള് പുള്ളിയുടെ ഭാഗത്തു നിന്ന് കണ്ടിട്ടില്ല. നല്ല ഹെഡർ ഗോൾസ് ഒന്നും, നല്ല ഏരിയൽ എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഫിസിക്ക് നല്ല യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്, ഷീൽഡ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ താരത്തിന് നല്ല ടേണിങ്സ് ഒക്കെ നമ്മൾ കണ്ടാണ് ISL അതുപോലെ ഇപ്പോഴും കാണുന്നതാണ്, നല്ല ടേണിങ്സൊക്കെ കാണാം. ബട്ട് എന്നാലും ആ ഗോളിലേക്ക്, ആ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ ഒരു കുറവ് കാണാം. ഈ സീസണിൽ എന്തോ ഓഫ് ലോഡ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടാനൊക്കെ ശ്രമിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നടന്നിട്ടില്ല. അപ്പോൾ ക്വാമെ പെപ്രയാണ് ഒരു പ്ലെയർ സെക്കൻഡ് ഹാഫിലേക്ക് ഇറക്കിയ നല്ലൊരു ബൂസ്റ്റ് ടീമിന് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്ലെയറാണ് ക്വാമെ പെപ്ര. പിന്നെ യങ്ങാണ്, ഇനിയും ഇമ്പ്രൂവ് ആവാൻ ടൈമുണ്ട്. അപ്പോൾ ബെറ്റർ ആവും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ മറ്റൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഈസ് ഓക്കെ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ മെയിൻ സ്ട്രൈക്കർ ലാസ്റ്റ് സൈനിങ് ഏറ്റവും ലേറ്റ് ആയിട്ടാണ് വന്നത്. ജീസസ് ജിമിനസ് ആൻഡ് സ്പാനിഷ് താരം 30 വയസ്സുകാരനായ സെൻട്രൽ ഫോർവേഡ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കും. ഒരേപോലെ ലെഫ്റ്റ് വിങ്ങറായിട്ട് 60 മത്സരം കളിച്ചിട്ടുണ്ട്, സെൻട്രൽ ഫോർവേഡായിട്ട് 80 മത്സരം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് 43 മത്സരം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കറാണ് പുള്ളി. ബട്ട് മിഡ്ഫീൽഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പുള്ളി കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷത്തെ കരാറിലാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ദിമി അതുപോലെ അൽവാരൊക്കെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 2 സീസണിലും മികച്ച സ്റ്റാറ്റോടെ വരുന്ന പ്ലെയർ അല്ല. 2 ഗോളൊക്കെയാണ് ലാസ്റ്റ് 2 സീസണത്തെ ഇത് വെച്ച് അടിച്ചിട്ടുള്ളത്. ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക്, ISL പുതുതായിട്ട് വരുന്ന ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ ഇതിനു മുമ്പ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അവരെത്ര ഗോളടിച്ച് കൂട്ടിയവരായാലും, അതിന് ഗോളടിച്ച് കൂട്ടാത്തവരായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് പുള്ളി. ഇപ്പോൾ ഡിമിയെ പോലൊക്കെ തന്നെ, അൽവാര പോലെ തന്നെ, അൽവാര അത്ര ഒന്നും ഇല്ലെങ്കിലും ലാലിഗയിലൊന്നും കളിച്ചിട്ടില്ല, എന്നാലും നല്ല ഒരു കരിയർ സ്റ്റാറ്റൊക്കെ ഉള്ള പ്ലെയറാണ്. പോളിഷ് ലീഗിൽ 121 മത്സരം, അതുപോലെ MLS കളിച്ചിട്ടുണ്ട്. പോളിഷ് ലീഗിലാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത്. 37 ഗോളോടെ 22 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. MLS ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പായിട്ടാണ് പുള്ളി കളിച്ചിട്ടുണ്ട്, 2021-22 സീസണിലൊക്കെ. അവിടെ 55 മത്സരം, 9 ഗോൾ 6 അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അത്ര വർഷങ്ങളായിട്ടില്ല, MLS കളിച്ചൊക്കെയാണ് പുള്ളി വരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതനുസരിച്ചായിരിക്കും ഓരോ ഫോറിൻ പ്ലെയറിൻ്റെയും ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ എങ്ങനെ അഡാപ്റ്റ് ആവും, അവർ എത്ര പെട്ടെന്ന് ഇന്ത്യൻ കണ്ടീഷനിലൂടെ അഡാപ്റ്റായി അവർ കളിക്കും എന്നതിനനുസരിച്ചിരിക്കും ഫോറിൻ പ്ലെയേഴ്സ് ഇവിടെ ക്ലിക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്ലെയറാണ്. ഇനി ഇവിടെ എങ്ങനെ വർക്കാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ നിലവിലിപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചത്തെ പ്രീ സീസൺ മാത്രമാണ് ടീമിനോടൊപ്പം ഇനി കിട്ടുക. അപ്പോൾ ട്രെയിനിങ് മാച്ച് കളിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മാച്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ആയാൽ ഓക്കെ ആവും ഈ സ്ട്രൈക്കർ. അപ്പോൾ ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ക്വാഡ്. എങ്ങനെയായാലും കഴിഞ്ഞ സീസണിൽ നിന്ന് വരുമ്പോൾ ഈ സീസണിലേക്ക് ഒരു ബെറ്റർ സ്ക്വാഡാണ്, കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്ക്വാഡാണെന്നാണ് എനിക്ക് പേപ്പർ ഇറ്റ്സ് ബേസ് തോന്നുന്നത്. ഇനി ഡിമിയൊക്കെ കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് അടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ ജീസസ് ജിമിനസ് ഇവിടെ ക്ലിക്ക് ആവുകയൊക്കെ വേണം. അപ്പോൾ ഈ പ്ലേയേഴ്സൊക്കെ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ സീസണിലെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഫോറിൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ടുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.